നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം, നമ്മുടെ രാജ്യം പാകിസ്ഥാനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ രാജ്യം തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയായി. അതിപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. 12 മണിക്കൂർ കൊണ്ട് 3 വിമാനങ്ങൾ, നമ്മുടെ റാഫേൽ പോലുള്ള 3 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടിരിക്കുന്നു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, മാത്യു സാമുവൽ. ഇപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ചാനലുകളിലും, അതായത് ന്യൂസ് ചാനലുകളിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത വന്നു. പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചാനൽ പൂട്ടി എന്നാണ്. അതിനൊരു കാരണം, സത്യസന്ധമല്ലാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് മുസ്ലിം വിരോധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റു ഒരു വീഡിയോയും ചെയ്യില്ല. മുസ്ലിങ്ങൾക്കെതിരെ അല്ലാതെ മറ്റു ഒരു വീഡിയോയും ചെയ്യില്ല. ഇദ്ദേഹത്തെ കൂട്ടുപിടിച്ചാണ് നമ്മുടെ നാട്ടിലെ മറ്റൊരു നേതാവ് ഇപ്പോൾ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് പോയി പ്രസംഗിച്ചത്. അത് ഈ അവസരത്തിൽ പറയേണ്ടതല്ല, എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ആ പ്രസംഗത്തിൽ, ആ വേദിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര്, അതായത് ഈ മാത്യു സാമുവലിൻ്റെ പേര് നമ്മുടെ കെനഡി കരിമ്പിൻകാല എടുത്തു പറയുകയുണ്ടായി. അദ്ദേഹം വളരെ വിശ്വസ്തനായ, വളരെ സത്യസന്ധമായി ന്യൂസ് ചെയ്യുന്ന വ്യക്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം പറഞ്ഞ 12 മണിക്കൂറിൽ, ആദ്യം ചെയ്ത വീഡിയോ ആണ് പറയുന്നത്, 12 മണിക്കൂറിൽ 3 വിമാനങ്ങൾ അവർ അടിച്ചിട്ട് കഴിഞ്ഞു. ഡിഫൻസിൽ പല ആൾക്കാരുടെ അടുത്തും വിളിച്ച് ചോദിച്ചു, കൺഫേം ചെയ്തു. അതായത് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ റഫേൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ ഇതിനെ ഉപയോഗിച്ചിട്ടാണോ കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങൾ ഒരിടത്ത് ഇത് നിങ്ങൾ കൊണ്ടുപോയില്ല, അപ്പോൾ കൊണ്ടുപോകാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ വിമാനം കൊണ്ട് ഈ പാകിസ്ഥാനുമായി നിങ്ങൾ അടിക്കാൻ പോകുന്നത്? ഒരിക്കലും നമുക്കത് ഉപയോഗം ഉള്ളതായി തോന്നുന്നില്ല. മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. രണ്ടാമത് വന്ന വീഡിയോയിൽ അത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്. കാരണം കണ്ടതെല്ലാം നമ്മുടെ രാജ്യക്കാർ തന്നെയാണ്, മലയാളികൾ തന്നെയാണ് തീർച്ചയായും. കാരണം നമുക്ക് അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചാൽ തീർച്ചയായും നമ്മളത് കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒരിക്കലും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് വീഡിയോ, അതായത് റേറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു പരിപാടിയാണ്. അതിനു മുമ്പ് മറ്റൊരു കാര്യം, അദ്ദേഹം പല ന്യൂസ് ചാനലുകളുടെ പേരും പറയുന്നുണ്ട്. പത്രങ്ങൾ, ടെലിഗ്രാം പോലത്തെ പത്രങ്ങളും ഒരുപാട് ന്യൂസ് ചാനലുകളുടെ പേരും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ തെളിവെന്ത് വേണം എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല. അതെല്ലാം വെറും ഫേക്ക് ന്യൂസ് ആയിരുന്നു. 2024 ഒരു വിമാനം, ഒരു ഫ്ലൈറ്റ് തകർന്നു വീണിട്ടുണ്ടായിരുന്നു. അത് തനിയെ എന്തോ കാലാവസ്ഥ പ്രശ്നത്തിൽ തകർന്നു വീണതിൻ്റെ ഫോട്ടോ, വീഡിയോ, അത് ഈ പാകിസ്ഥാൻ്റെ പല IT മേഖലകൾ ചേർന്ന് അവർ സ്വയം മെനഞ്ഞെടുത്ത, അത് ഇന്ത്യയുടെ ആണ് എന്ന്, ഇന്ത്യയിലെ ഇപ്പം ഞങ്ങൾ അടിച്ചിട്ടതാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഫേക്ക് ന്യൂസ് ആയിരുന്നു അത്. അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ അത് കിട്ടിയ പാടെ അദ്ദേഹം വിഴുങ്ങി തിരിച്ചു കൊണ്ടുവന്ന് ഈ ചാനലിലൂടെ, അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അത് പൊതുസമൂഹത്തിലെത്തിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ച മറ്റൊരു കാര്യം, നല്ല റേറ്റിംഗ് അതിന് കിട്ടി. കാരണം ഭയങ്കര ഓട്ടം. ആ ഒരു മണിക്കൂറിനകത്ത് ഏകദേശം 25,000 പേര് ആ വീഡിയോ കണ്ടു. 8-9 മണിക്കൂറിനകത്ത് 1 ലക്ഷം മേളിൽ ആ വീഡിയോ കണ്ടിരിക്കുന്നു. അത്രയും റേറ്റ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മാത്യു സാമുവൽ പറയുന്ന കാര്യം എന്താണെന്നൊന്ന് കേൾക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ പറ്റി ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി മിശ്രി, എയർഫോഴ്സിൻ്റെ വിംഗ് കമാൻഡർ, അതേപോലെ തന്നെ ആർമിയുടെ ബ്രിഗേഡിയർ ഒരു ബ്രീഫ് ചെയ്തു. എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലും അതേപോലെ തന്നെ പാകിസ്ഥാനിലും, അതായത് മെയിൻലാൻഡ് പാകിസ്ഥാനിലും നടത്തിയത്. അതിൻ്റെ വെൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ ഏതൊക്കെ വെപ്പൺ വെച്ചാണ് പല
അവരുടെ ടാർഗറ്റുകളും അവരുടെ ഓപ്പറേറ്റീവ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അടിച്ചു തീർത്തത് അതിനെപ്പറ്റിയും പറഞ്ഞു. ചോദ്യങ്ങളൊന്നും അവരെടുത്തില്ല. അവർ പറഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പിന്നീടാകാം എന്ന് പറഞ്ഞു മാറി. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്യുന്നു, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഗ്ലോബൽ മീഡിയയിലും വരുന്നുണ്ട് വാർത്തകൾ. ഞാൻ കൺഫേം ചെയ്തു, കാശ്മീരിലാണെങ്കിലും ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസ് ഓഫീഷ്യൽസുമായിട്ട് കൺഫേം ചെയ്തു, ഇന്ത്യയുടെ 5 ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. സോ സാഡ്, അൺബിലീവബിൾ. 1 മണിക്കൂറിൽ 5 എണ്ണം നഷ്ടപ്പെട്ടു. ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് 1 മണിക്കൂറിൽ 5 ഫ്ലൈറ്റുകൾ, പിന്നെ റഫേലും മറ്റൊരു 1-2 പേരും പറയുന്നുണ്ട്. ഈ 5ഉം അവർ അടിച്ചിട്ടു. അതിൽ പിന്നെ 2 പേര് പോയി, 2-3 പേര് മരിച്ച്, ഒരാൾ നില ഗുരുതരമാണ്. മറ്റൊരാളുടെ കാര്യം എന്താണെന്ന് നമുക്ക് കേൾക്കാം. പക്ഷേ ഇത്രയും സീക്രട്ടായ കേസുകൾ, അതായത് പിന്നെ ഇന്ത്യൻ ആർമിയോ ഇദ്ദേഹം എങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും പിന്നെ സത്യസന്ധമായ വാക്കുകളേ അല്ല. ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലല്ല, ഇന്ത്യയിൽ ഓടുന്ന സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളുണ്ട്. അപ്പോൾ സ്വന്തം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർക്ക് പോലും, സ്വന്തം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററിന് പോലും പിന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയാൻ വയ്യാത്ത മിനിസ്റ്ററാണ് ഇന്ന് പാകിസ്ഥാനിലുള്ളത്. അവർ പോലും സ്ഥിരീകരിക്കാത്ത ഈ വിഷയം ഇദ്ദേഹം എങ്ങനെ സ്ഥിരീകരിച്ചു? ഞാൻ കൺഫേം ചെയ്തു എന്നാണ്. ഇതുപോലെ തന്നെ ഇദ്ദേഹം മറ്റൊരവസരത്തിൽ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇതേ വാക്കാണ്, ഞാൻ കൺഫേം ചെയ്തു. അതായത് ഒരു അറബി രാജ്യത്ത് പിന്നെ അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, ചുരുക്കി പറയാം, കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ഹോളിയോ അതുപോലെ എന്തോ ഒരു വിഷയം നടക്കുമ്പോൾ അവർ പിന്നെ ആഘോഷം നടത്തി, പിന്നെ അതിനകത്ത് ബഹളങ്ങൾ ഉണ്ടാക്കി, അവർ വലിയ ഉല്ലസിച്ചു. ആ ഉല്ലാസം കമ്പനി അധികൃതർക്ക് ഇഷ്ടമായില്ല. അവർ ചോദ്യം ചെയ്തു, അവർ എതിർത്ത് സംസാരിക്കുകയോ എന്തോ ചെയ്യുകയോ, അവരുടെ മിസ്റ്റേക്ക് മൂലം, അതായത് ഈ പരിപാടി നടത്തിയവരുടെ മിസ്റ്റേക്ക് മൂലം കമ്പനി അവരെ തൽക്കാലത്തേക്ക് നാട്ടിക്കയറ്റി വിട്ടു. ഫിനിഷ് ചെയ്ത് എന്തോ നാട്ടിക്കയറ്റി വിട്ടോ. അതിന് ഇദ്ദേഹം ചെയ്ത അതിനെതിരെ ചെയ്ത വാക്കുകളുണ്ടല്ലോ, അതിനെതിരെ പറഞ്ഞ വാക്കുകൾ, അത് മുസ്ലിങ്ങളെ വെറും വൃത്തികെട്ട എന്തോ നികൃഷ്ടജീവിയെ പോലെ ആക്കിയിട്ടാണ് ഇദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഈ നാട്ടിൽ പോയവരെ വിളിച്ചു, ഞാൻ കൺഫേം ചെയ്തു, അവരെ നാട് കടത്തിയതാണ്. അതായത് ഇന്ത്യ പിന്നെ ആ രാജ്യത്തിന് താക്കീതയും കൊടുത്തു, ഇനി അങ്ങനെ സംഭവിക്കരുതെന്ന്. ഈ മനുഷ്യന് എങ്ങനെയാണ് ഇതെല്ലാം പറയാൻ കഴിയുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് കേട്ടിട്ട് ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന പിന്നെ അച്ചായ, നിങ്ങൾ സത്യസന്ധമായി ന്യൂസ് വായിക്കുന്ന, ന്യൂസ് പറയുന്ന വ്യക്തിയാണ്, നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങൾക്ക് ആവശ്യം, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ഇത് എന്താണ് സത്യം എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. അപ്പൊ ഇനി ബാക്കി നമുക്ക് നമ്മുടെ പിന്നെ സത്യസന്ധൻ പറയുന്ന വാക്കുകൾ കേൾക്കാം. അതിൽ 3 റഫേൽ, അതായത് ഫ്രാൻസിൽ നിന്നും വാങ്ങിയത്, 1 സുഖോയ്, 1 MiG-29. ഇതിൽ 3 റഫേൽ എയർക്രാഫ്റ്റുകൾ ക്രാഷ് ചെയ്ത് വീണത് ഇന്ത്യയിലാണ്, അതായത് ഇന്ത്യൻ കാശ്മീരിലാണ് വീണത്. അതിൽ 2 പൈലറ്റ് രക്ഷപ്പെട്ടു. ഒരു പൈലറ്റിന്റെ സ്ഥിതി വളരെ മോശമാണ്, അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കുകയാണ്. ഒരു എയർക്രാഫ്റ്റ് റഫേൽ വീണത് പുൽവാമയിലുള്ള ആ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലാണ് അത് ക്രാഷ് ചെയ്ത് പൊട്ടിത്തെറിച്ചത്. ഇങ്ങനെയാണ് അവിടെയുള്ള അത് കണ്ടു നിന്ന ആൾക്കാർ റോയിറ്റേഴ്സിനോടും ടെലഗ്രാഫിനോടും പത്രത്തോടും മറ്റുള്ള ഇന്റർനാഷണൽ പത്രത്തോടും ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒഫീഷ്യൽ കൺഫർമേഷനാണ്. ഇനി രണ്ടാമത് മറ്റൊരു സുക്കോയ് എയർക്രാഫ്റ്റ്, അതേപോലെ MiG-29, ഇത് രണ്ടും ക്രാഷ് ആയിരിക്കുന്ന പാകിസ്ഥാൻ ടെറിട്ടറിയിൽ, അതായത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലും
മറ്റൊരു ഭാഗത്തുമായിട്ടാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതേപോലെ ഇന്റർനാഷണൽ പത്രങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. 5ഓളം എയർക്രാഫ്റ്റുകൾ, 2 പാകിസ്ഥാനിലും 3 ഇന്ത്യയിലും, അതായത് റഫേൽ 3 റഫേൽ ഇന്ത്യയിലും 2 മിഗ് 29 ടെലഗ്രാം എന്ന ബ്രിട്ടനിലുള്ള പത്രം അവരുടെ റിപ്പോർട്ടേഴ്സിനെ കോട്ട് ചെയ്ത് ഈ വാർത്ത അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചു, ബാക്കി എന്താണെന്ന് അറിയില്ല. അതുപോലെ 3 ഇന്ത്യക്കകത്താണ് തകർന്നു വീണത്, 2 പാകിസ്ഥാനിലും. ഒരിക്കൽ പോലും ഒരു യുദ്ധത്തിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യാത്ത വിമാനങ്ങൾ നിങ്ങൾ എന്തിനാണ് ഈ പാകിസ്ഥാനെതിരെ തൊടുത്തുവിട്ടത്? അത് വലിയൊരു സങ്കടമായി മാത്യു സാമുവലിന് മാറിയിരിക്കുകയാണ്. അതായത് ഒരു പരിശീലനവും ഇല്ലാത്ത ഈ വിമാനത്തെ നിങ്ങൾ എന്തിനാണ് ഇവിടെ പറപ്പിക്കാൻ വിട്ടത്? അതുകൊണ്ടല്ലേ നിങ്ങൾ അവിടെ ചെന്ന് ചെയ്തിട്ട് ബോംബൊക്കെ ഇട്ട് സംഭവമൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പം അവർ പിറകെ വന്ന് അതിനെ അടിച്ചിട്ടത്. അത്രയും ശക്തിയുള്ള ചൈനയുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ അടിക്കാൻ നിൽക്കുമ്പോൾ ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയാൻ വയ്യ. കണ്ടില്ലേ പാർലമെന്റിൽ ഒരു MP പറഞ്ഞത്? നോക്കൂ, നമ്മുടെ രാജ്യത്ത് പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ പലതും പല വഴിയിൽ ചിന്നി ഓടുന്നു, ചിതറി ഓടുന്നു. ഇവിടുത്തെ പ്രധാനമന്ത്രി എവിടെ? അദ്ദേഹം ഭീരുവാണ്, അദ്ദേഹം എവിടെ? അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടോ? ഇന്ത്യയിൽ നോക്കൂ, ഇന്ത്യയിൽ നോക്കൂ, അവിടെ ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഇത് അദ്ദേഹം അവരുടെ പാർലമെന്റിൽ സംസാരിച്ച വാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോകൾ ശ്രദ്ധിച്ച് നോക്കാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ്: ഇന്ത്യയിൽ നോക്കൂ, ഭിന്ന അഭിപ്രായങ്ങളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്, പക്ഷേ ഈ അവസ്ഥയിൽ, ഈ സാഹചര്യത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ടാണ്. നമുക്കെതിരെ പൊരുതാൻ തീർച്ചയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇന്ത്യയിലുള്ള സർവ്വവിധமான 140 കോടി ജനങ്ങളും ഇന്ന് ഒറ്റക്കെട്ടാണ്. നമ്മളെ കയറി അങ്ങനെ പെട്ടെന്ന് ആർക്കും വന്നൊന്നും ചെയ്തിട്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഒരു യുദ്ധം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല. കാരണം നാശനഷ്ടങ്ങൾ ഇഷ്ടം പോലെ സംഭവിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെയാണല്ലോ സാധാരണ ഒരു രീതിയിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായും സർവ്വവിധമായ നാശനഷ്ടങ്ങളും 2 സ്ഥലത്തും സംഭവിക്കും. പൂഞ്ചിലൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ്. ബലൂചിസ്ഥാൻ ഇപ്പോൾ അവരെ ആക്രമിച്ചു. ഇവർ എവിടെയൊക്കെ പോവും? എവിടെയൊക്കെ ആരൊക്കെ അടിക്കും? ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം വേണം, ഇവരുടെ ഈ പട്ടാള ഭരണത്തിന്റെ അവസ്ഥ, അവരെ നരക തുല്യമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നും മോചനം നേടാൻ അവർ എത്ര കാലമായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വന്തം രാജ്യത്തിനകത്ത് ആഭ്യന്തര കലഹം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇമ്രാൻഖാന്റെ ആൾക്കാർ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് നാട് മുഴുവനും, രാജ്യം മുഴുവനും സമരവും പ്രക്ഷോഭവുമായി നടക്കുന്നു. എന്തിനാണ്? എത്ര കാലമായി നിങ്ങൾ ഈ കാശ്മീർ വേണം, അല്ലെങ്കിൽ ഇന്ത്യയെ ഇങ്ങനെ അടിക്കാൻ നിങ്ങൾക്ക് ഇതിൽ നിന്നുകൊണ്ട് എന്താണ് നേടുക? എന്തെങ്കിലും നേടാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം ഒരിക്കലും ഇത് വിട്ടുതരാനും പോകുന്നില്ല, ഈ പ്രവൃത്തി നിൽക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ കാര്യങ്ങൾ നോക്കി സന്തോഷമായിട്ട് ഉള്ള രാജ്യം, അവിടുത്തെ ജനങ്ങളെ ഇപ്പൊ പുതുതലമുറ, അതായത് ന്യൂ ജനറേഷൻ പറയുന്ന ചില വാക്കുകളുണ്ട്. ഞങ്ങൾക്ക് യുദ്ധമല്ല ആവശ്യം, ഞങ്ങൾ ആരെയുടെ അടി ഉണ്ടാക്കാനോ പിടിയുണ്ടാക്കാനോ അക്രമത്തിനോ അല്ലോ ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് പഠിക്കണം, ലോകം കാണണം, ഞങ്ങൾക്ക് എല്ലാവരും വേണം. ഇതാണ് ന്യൂ ജനറേഷന്റെ വാക്കുകൾ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ കുറെ വയസ്സായ ആൾക്കാർ ഇരുന്നിട്ട് അവിടെ വെട്ട്, ഇവിടെ വെട്ട്, അവിടെ പോയി അടി, ഇവിടെ പോയി അടി എന്ന് ഇങ്ങനെ പറഞ്ഞ് നാട് മുഴുവനും നശിപ്പിച്ച്, ഈ രാജ്യം മുഴുവനും നശിപ്പിക്കുന്ന ചില പ്രവൃത്തികളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം കാശില്ല, സാമ്പത്തികമില്ല, തൊഴിലില്ല, രാജ്യം മുഴുവനും പട്ടിണിയും പരിവട്ടവും, ആൾക്കാർ നെട്ടോട്ടം ഓടുന്നു. ഇത് പല ആൾക്കാരും പറയുന്നതാണ്, ആ രാജ്യത്തുള്ള ആൾക്കാർ പറയുന്നതാണ്, ചുമ്മാതെ പറഞ്ഞല്ല. വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തത്. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. പെഹൽഗാമിൽ ചെയ്തത് 100-ൽ 101% തെറ്റാണ്. കാരണം ഇതുപോലൊരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ വന്ന് അവരുടെ
മനസ്സിന്റെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി കടന്നു വന്ന് ജാതിയും മതവും ചോദിച്ച് അവരെ കൊല്ലുകയാണ് ഉണ്ടായത്. അവിടെ സംഭവിച്ചു. നിങ്ങൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങളുടെ രാജ്യത്ത് ആ ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പിടിച്ച് നിങ്ങൾക്ക് ഏൽപ്പിക്കും, അവിടെ വിഷയം തീർന്നു. പക്ഷെ നിങ്ങൾ എന്താ നടത്തിയത്? നിങ്ങൾ പ്രകോപനപരമായ രീതിയിൽ പ്രസംഗം, അടിച്ചാൽ തിരിച്ചടിക്കും, ഇതെല്ലാം പറഞ്ഞ് ഈ രീതിയിൽ നിങ്ങൾ മനഃപൂർവ്വം ഒരു യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. പക്ഷേ വേറൊരു രീതിയിൽ പറയേണ്ടത്, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷേ ഒരു ചെറിയ പൊട്ടിപ്പൊക്കെ പൊട്ടിച്ച് ഇത് നിർത്തും. കാരണം കുറേ കാലങ്ങൾ കൊണ്ട് ഇതൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതാണ് പ്രതീക്ഷിച്ചത്. ബോംബെയിലും പാർലമെന്റിലൊക്കെ നിങ്ങൾ നടത്തിയപ്പോൾ അതാണല്ലോ സംഭവിച്ചത്. കുറേ ആൾക്കാരെ നിങ്ങൾ കൊന്നിട്ട് പോയപ്പോഴും അതാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതി അങ്ങനെയല്ല. കാരണം ഗതികെട്ടു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ്റോ മറ്റൊരു ഗവൺമെൻറ്റോ അല്ല. ഈ ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അതിപ്പോൾ ഏതൊരു ഗവൺമെൻറ് ഇരുന്നാലും ശരി, തീർച്ചയായും ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അത് ചെയ്തിരിക്കണം. നിങ്ങളെ സിവിലിയന് എന്തെങ്കിലും ചെയ്യണോ? അവർ പാവങ്ങളുടെ, കാരണം ഒന്നും അറിയാതെ രാത്രിയിൽ കിടന്നുറങ്ങുന്നവരുടെ മേലിൽ ഇത്തരം സാധനങ്ങൾ വന്ന് പതിക്കുകയും അവരെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അത് പാവമാണ്. ലോകത്തെല്ലായിടത്തും എല്ലാവരും മനുഷ്യൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന, നേതാക്കന്മാർ ചെയ്യുന്ന ചില ദുഷ്പ്രവർത്തികൾ ഇതാണ് രാജ്യത്തെ ജനങ്ങളെ നശിപ്പിക്കുന്നത്. സാമുവലിൻ്റെ കുറച്ച് വാക്കുകൾ കൂടി നമുക്ക് കേൾക്കണം. ഒപ്പം പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിനോട് BBC റിപ്പോർട്ടർ ചോദിച്ച ചില വാക്കുകൾ, ഇതിന്ന് ലോകത്തുള്ള എല്ലാ ചാനലുകളിലും, എല്ലാ പത്രങ്ങളിലും, എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഈ വാക്ക് വന്നു കഴിഞ്ഞു. കാരണം അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ നിസ്സഹായത അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഈ മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ പട്ടാളം പറയുന്നതാണ് ശരി. അവരെന്തു പറയുന്നു അതാണ് അവിടുത്തെ ശരി. അല്ലാതെ ഒരു ജനാധിപത്യം ആ രാജ്യത്തില്ല. ജനാധിപത്യം വേണം. നിങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ജനാധിപത്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പട്ടാള ഭരണമൊന്നും അവിടെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് ആവശ്യം. ഇപ്പോൾ ബലൂചിസ്ഥാൻ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് ആവശ്യം. അപ്പോൾ അതുപോലെ അവിടെയുള്ള ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കുക, താൻ ചെയ്യുന്ന തൊഴിൽ ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വസ്ഥമായി കുട്ടികളെയും വളർത്തി കുടുംബം നോക്കി സന്തോഷകരമായി ജീവിക്കുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായത് കാശ്മീർ ഉള്ള ആൾക്കാർ കുറച്ച് ഡെവലപ്പായി വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതിനെ നിങ്ങൾ നശിപ്പിച്ച്. കാരണം അവിടെ ടൂറിസ്റ്റുകളാണല്ലോ വരുന്നത്. അതിനെ നിങ്ങൾ ഇല്ലാമാക്കി. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാക്കുകൾ കേട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് രണ്ടുപേര് പറയുന്ന ചില കാര്യങ്ങൾ കൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മൊത്തത്തിൽ കാണണം. അതിനുശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എപ്പോഴും എല്ലാം സത്യസന്ധമല്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള 90% വീഡിയോയും ഫേക്കാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനും സുക്കോയ് 30MK പാകിസ്ഥാനിലാണ് ക്രാഷ് ചെയ്ത് വീണത്. അതിൽ ഒരു പൈലറ്റിനെ ഇജക്റ്റ് ചെയ്തു. അതിനെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കസ്റ്റഡിയിലാണ് എന്നും ടെലഗ്രാഫ് എന്ന് പറഞ്ഞ ബ്രിട്ടനിലുള്ള പത്രവും ദ ഗാർഡിയൻ ന്യൂസ് പേപ്പറും അവരുടെ റിപ്പോർട്ടേഴ്സിനെ കോട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും വലിയ ഒതൻറ്റിക്കേഷൻ ഒരു പുല്ലുമില്ല. കാരണം 7 or 8 ഇൻ്റർനാഷണൽ പത്രങ്ങളാണ് ഇന്ത്യയുടെ 5 എയർക്രാഫ്റ്റ് പോയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് സാഡ് പാർട്ട്, അവിടെ പോയി ഹിറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ പാർട്ടാണ് നമ്മുടെ അത്യാധുനികം എന്ന് നമ്മൾ പറയുന്ന 4.5 ജനറേഷനിലുള്ള റഫേൽ. അതിൻ്റെ പുറകെ വന്നാണ് ഹിറ്റ് ചെയ്യുന്നത് പറയുന്നത് F-16. അപ്പം അതായത് ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി ഇത് പറയേണ്ട സാഹചര്യമല്ല, പക്ഷെ പറയുകയാണ്. ഈ എയർ വാർഫെയറിനെ പറ്റി, എയർ ഡിഫൻസ് സിസ്റ്റത്തെ പറ്റിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കോമൺ സെൻസ് ആണിത്. ഈ ഫൈറ്റർ എയർക്രാഫ്റ്റുകളൊന്നും ഒരു വാറിൽ പോയിട്ടുള്ള
അവിടെ തെളിഞ്ഞു വന്ന സാധനമല്ല. ഒരു സാധനം എക്യുപ്മെന്റ് മേടിക്കുമ്പോഴും അത് വാറിന്റെ സുപ്പീരിയോറിറ്റി, അതിന്റെ കഴിവെന്ന് പറയുന്നത് അത് വാറിന് പോയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ കോൺഫ്ലിക്റ്റിലൊന്നും പോയി ഒരിടത്ത് പോയി ബോംബ് ഇട്ടോട്ടൊന്നും ഇതിനെപ്പറ്റി ഒരു ഏകദേശ രൂപമൊന്നും കിട്ടത്തൊന്നുമില്ല. അവിടെയാണ് F-16 എന്ന് പറയുന്നത്. കാരണം വാർ ഫ്രണ്ടിലാണ് ഇവൻ എപ്പോഴും, എത്രയോ വർഷം കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും F-16 സുപ്പീരിയോറിറ്റി ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും അതിനെ ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞു, റഫേൽ ഇതാണെന്ന് പറഞ്ഞു. ഞാൻ അത് പറയുന്ന കൂട്ടത്തിലല്ല ഇപ്പോഴും അത് പറയാനുള്ള സാഹചര്യം. പക്ഷേ ഞാൻ അതിനെപ്പറ്റി പറയാം, കാരണം ഞാൻ ഇതിനെപ്പറ്റി ഇപ്പോൾ ഡീപ്പായിട്ട് പഠിച്ചൊരാളാണ്. അതേപോലെ സുക്കോയ് 30 MK പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. മനോവറിങ് നടത്താൻ വേണ്ടി പറ്റിയ സാധനമാണ്. പക്ഷേ വാറിൽ, കാരണം ഉക്രൈൻ റഷ്യ വാറിൽ പോലും സുക്കോയ് 30 MKയും MiG-29 റഷ്യ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, സുക്കോയ് 30 MKയും MiG-29 ഈ ഉക്രൈൻ്റെ കയ്യിലുണ്ട്, അവരും അത് ഉപയോഗിക്കുന്നില്ല. and a MiG and a Jaguar. So they came in to target supposedly terrorist camps or training grounds or training camps. But you're telling me that you don't know whether these sites were terrorist training sites? No. There's absolutely no terrorist activities. It's just the imagination, the figment of imagination of India. They just want to justify it. Whatever they are doing, they're trying to find a justification for that. Absolutely, there's no. You've just brought up the fact that India lost some fighter jets. So let's be quite clear about this. Pakistan claims it shot down 5 Indian Air Force jets and a drone, as I understand it. India says there's no evidence of that, no proof. So can you provide more detail? Hold on. Can you provide more detail? And is this the response that your army spokesman threatened, or is there further action to come? Let's start with this very specific allegation of 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. The debris of these jets fell into Indian occupied Kashmir, and it's all over Indian media today. You're the defense and they have minister. admitted their media has. The reason to talk to you today, sir, is not to talk about content all over social media. I'm sorry. It's not to talk about content all over social media. I'm asking you very specifically for the evidence, for the detail. For example, was any Chinese equipment used by Pakistan to down these Rafale jets, as I understand you are alleging them to be? There's no Chinese equipment. We have Chinese planes, JF-17 and JF-10. They are Chinese planes, but they are being manufactured, assembled in Pakistan now. We have very close to Islamabad, we have a facility over there where these planes are manufactured. And if India can buy planes from France and use them, we can also buy planes from China or Russia or United States or UK and use them. And let me say one thing. They have already admitted that the 3 planes were down. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വളരെ ദുഃഖത്തോടാണ് പറയുന്നത്. കാരണം ഒരു 5 എയർക്രാഫ്റ്റ് ക്രാഷ് ആകുക എന്ന് പറയുന്നത് നമ്മുടെ എയർ സുപ്പീരിയോറിറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവമുണ്ട്, ഒരു ക്യാമ്പയിൻ ഭാഗമായിട്ട്. അതിൽ ഭയങ്കരമായിട്ട് ഷാഡോ വീണു, അത് 1 മണിക്കൂറിനുള്ളിൽ. അതായത് ഇന്ത്യയുടെ എയർഫോഴ്സ് ആണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും പാകിസ്ഥാനെ എസ്റ്റിമേറ്റ് അതിൻ്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം മനസ്സിലാക്കേണ്ടത്, ചൈന എന്ന് പറയുന്ന രാജ്യം അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്, സാറ്റലൈറ്റ് ഇമേജ് ഉണ്ട്. ഇവർ മുഴുവനും എല്ലാ രീതിയിലും പാകിസ്ഥാനെ സഹായിക്കും. അപ്പം ഇതെല്ലാം കണക്കുകൂട്ടിയാണ് ഇന്ത്യ അങ്ങനെ ഒരു സ്ട്രൈക്കിന് പോകുമ്പോൾ ആലോചിക്കട്ടെ. എനിക്കറിയത്തില്ല എത്ര ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആണ് പാകിസ്ഥാൻ ടെറിട്ടറി കയറി സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നു 9 സൈറ്റ് 90 പേരെ കൊന്നു, 35 പേരെ കൊന്നു, അവിടെ നാശം ഉണ്ടായെന്ന് പാകിസ്ഥാൻ അംഗീകരിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇത് പോയിട്ട്
അതിൻ്റെ പുറകെ വന്ന് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ടെറിട്ടറി കയറി, അത് ഒരു പവർഫുൾ രാജ്യത്തിന് അക്സെപ്റ്റബിൾ അല്ല.